സംസ്ഥാനത്ത് ഇന്ന് രാത്രി 8 മണി മുതൽ നാളെ പുലർച്ചെ 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് സൂചനാ സമരവുമായി സ്വകാര്യ പെട്രോൾ പമ്പുടമകൾ. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ആണ് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾക്കു നേരെ നടക്കുന്ന ഗുണ്ടാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. പമ്പുടമകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ മാർച്ച് 10 മുതൽ രാത്രി 10 മണി വരെയേ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂവെന്ന് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി ആക്രമണങ്ങളാണ് പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെ നടന്നത്. എറണാകുളം കാലടിയിൽ കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പിൽ മദ്യപ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായി. 3 പേർ ചേർന്ന് പമ്പിലെ മാനേജറെയും ജീവനക്കാരെയും ആക്രമിക്കുകയായിരുന്നു. സുഹൃത്തിന്റെ ഭാര്യയെ പമ്പിലെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കത്തിനടുത്ത് ഓമശ്ശേരി മാങ്ങാപ്പൊയിലിൽ പെട്രോൾ പമ്പിൽ സിനിമാ സ്റ്റൈലിലായിരുന്നു മറ്റൊരു കവർച്ച. പണമടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടു. പുലർച്ചെ 2 മണിക്കും 2:30 ഇടയിലായിരുന്നു സംഭവം. 3 പേർ പെട്രോൾ പമ്പിലെത്തി ജീവനക്കാരനെ ആക്രമിച്ചായിരുന്നു പണം കവർന്നത്. പമ്പിലെത്തിയ മോഷ്ടാക്കളിൽ ഒരാൾ ജീവനക്കാരന്റെ മുഖത്ത് മുളകുപൊടി വിതറുകയും മറ്റൊരാൾ സ്ഫടികം സിനിമയിലെ ആടുതോമ സ്റ്റൈലിൽ ഉടുമുണ്ട് പറിച്ച് ജീവനക്കാരന്റെ തല മൂടുകയും ചെയ്തു. തുടർന്ന് ബാഗ് തട്ടിപ്പറിച്ച് 3 പേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയം പമ്പിൽ 2 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു ആക്രമണം മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായി പെട്രോൾ പമ്പ് ജീവനക്കാരനെ ആക്രമിച്ചതായിരുന്നു. വാഴക്കോട്ട് പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഔട്ട്ലെറ്റായ ഖാൻ പെട്രോളിയം പമ്പിലാണ് ഇത്തരത്തിൽ ഗുണ്ട ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ജീവനക്കാരന് തലയ്ക്ക് സാരമായി പരിക്കേറ്റു. രാത്രി 12ഓടെയായിരുന്നു സംഭവം. മദ്യപിച്ച് ബൈക്കിലെത്തിയ ഓട്ടുപാറ സ്വദേശിയോട് ഇന്ധനം നിറയ്ക്കുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പറയുന്നു. സൗജന്യമായി പെട്രോൾ നൽകാത്തതിൽ പ്രകോപിതനായ യുവാവും കൂട്ടാളികളും ചേർന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതും വാർത്തയായിരുന്നു. ഏറ്റുമാനൂർ പാലാ റോഡിൽ കിസ്മത്ത് പടിക്കു സമീപം പ്രവർത്തിക്കുന്ന പൊന്മാങ്കൽ പെട്രോൾ പമ്പിലാണ് ഈ ഗുണ്ടാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കമ്പിവടി ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ജീവനക്കാരന് തലയ്ക്കും മുഖത്തിനും പരിക്കേറ്റിരുന്നു. ഗുണ്ടാ സംഘാംഗമായ ഒരാൾ രാത്രി ബൈക്കിൽ പെട്രോൾ പമ്പിലെത്തി സൗജന്യമായി പെട്രോൾ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഗുണ്ടാ ആക്രമണം തടയാൻ ആശുപത്രി സംരക്ഷണ നിയമം പോലെ നിയമനിർമ്മാണം വേണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം. അതേസമയം സമരത്തിന്റെ പശ്ചാത്തലത്തിൽ KSRTCയുടെ യാത്രാ ഫ്യൂവൽസ് 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ട്, വികാസ് ഭവൻ, കിളിമാനൂർ, ചടയമംഗലം, പൊൻകുന്നം, ചേർത്തല, മാവേലിക്കര, മൂന്നാർ, മൂവാറ്റുപുഴ, പറവൂർ, ചാലക്കുടി, തൃശൂർ, ഗുരുവായൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് KSRTCയുടെ യാത്രാ ഫ്യൂവൽസ് ഉള്ളത്. 14 യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റുകളും എന്നത്തെയും പോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്നാണ് KSRTC അറിയിച്ചത്. പുതുവത്സര തലേന്ന് രാത്രി മുതൽ പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെങ്കിലും ഗുണ്ടാ ആക്രമണത്തിനെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യം. രാത്രിയിലും മറ്റുമായി പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച സംഭവങ്ങൾ പലയിടത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമരവുമായി പെട്രോൾ പമ്പ് ഉടമകൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.